ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നന്ദമോൾ ഇന്ന് അടുക്കളയിൽ കയറാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക. അപ്പോൾ നന്ദയൊന്ന് ചെറുതായിട്ട് കളിയാക്കിയതാണ് പിങ്കിയൊക്കെ കൂടെ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ആൻറ്റി അങ്ങ് പറഞ്ഞു, അങ്ങനെയൊന്നും കളിയാക്കണ്ട കേട്ടോ, മോള് നല്ല ഒന്നാന്തരായിട്ട് പാചകം ചെയ്യുമെന്ന്. അത് കേട്ടപ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. അതെയോ, എന്നാൽ പിന്നെ ഇന്ന് തന്നെ മോള് കയറിക്കോളാൻ പറഞ്ഞു. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മോളുടെ കൈപുണ്യത്തിലാവട്ടെ എന്ന്. ശരി ശരിയെന്നും പറഞ്ഞ് ഇവരിങ്ങനെ പറയുക. അപ്പം ഇന്ന് മോൾ എന്താ ഉണ്ടാക്കാൻ പോണേ? അതൊക്കെ സസ്പെൻസാ, കഴിക്കുമ്പോഴേ എല്ലാവരും അറിഞ്ഞാൽ മതി കേട്ടോ. ഞാനെന്നും നന്ദേച്ചി അസിസ്റ്റ് ചെയ്യട്ടെ എന്ന് പപ്പി ചോദിച്ചപ്പം വേണ്ടാന്ന് പറഞ്ഞു. ബെസ്റ്റ്, നന്നായിരിക്കും. എന്നാൽ എണ്ണയിലിട്ട് ഒരു പപ്പടം കാച്ചാൻ പോലും പവിത്രയ്ക്ക് അറിയില്ലെന്നും പറഞ്ഞ് നമ്മുടെ ലക്ഷ്മി. പിന്നെ അതൊക്കെ ശത്രുക്കളെ വെറുതെ പറഞ്ഞുണ്ടാക്കണതാ. എൻ്റെ ഫ്രൈഡ് റൈസ് കഴിച്ചാലേ അരുണേട്ടൻ എത്ര അഭിപ്രായങ്ങൾ പറയുമെന്നറിയാമോ? എന്നാ ഒന്ന് മാറിക്കേ, ഞാനൊന്ന് ഉണ്ടാക്കട്ടെ. ഇന്നിനി ഞാനുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ട് എന്നോടെല്ലാവരും അഭിപ്രായം പറയണം കേട്ടോ എന്നും പറഞ്ഞു നമ്മുടെ നന്ദ കൊണ്ടുപിടിച്ച പാചകത്തിലാണ്. ഇവരെല്ലാവരും ഇത് കണ്ടുകൊണ്ടിങ്ങനെ നിൽക്കുന്നു. അങ്ങനെ നന്ദ ഉണ്ടാക്കിയ ഭക്ഷണം ഇങ്ങനെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ എല്ലാവരും ഇങ്ങനെ എന്താണ് ഇന്നത്തെ ആ സ്പെഷ്യൽ എന്ന് അറിയാനായിട്ടുള്ള ഒരു ഇതിലിങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ നന്ദ ഒരു എന്താ പറയുന്നത്, ഒരു ഇതും ഇല്ലാതെ നിന്ന് നല്ല ഭംഗിയായിട്ട് അടുക്കള കൈകാര്യം ചെയ്യുന്നു. അങ്ങനെ നന്ദ ഉണ്ടാക്കിയ ഭക്ഷണം എല്ലാം റെഡിയായി, എല്ലാവർക്കും സെർവ് ചെയ്യാനുള്ള ആ ഒരു സിറ്റുവേഷൻ വരെ ആയി കാര്യങ്ങൾ. ലക്ഷ്മിക്ക് ഒത്തിരി സന്തോഷമായി മരുമകൾ ഇങ്ങനെ അടുക്കളയിൽ കയറി നിന്ന് ഓരോന്നൊക്കെ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ. കഴിഞ്ഞോന്ന് ചോദിച്ചപ്പം സൂപ്പർ എന്നും പറഞ്ഞ് നമ്മുടെ നന്ദ തന്നെ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇത് എന്താ മോഹിനി, ഈ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഇത്ര വൈകുന്നത് എന്താണെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും വല്യമ്മ, ലക്ഷ്മി ഇവിടെ എന്തെടുക്കുക, ഇത്രയും സമയമായിട്ട് ഈ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരാത്തെ? അപ്പോൾ ഇത്രയും നേരം വൈകുന്നതല്ലല്ലോ ലക്ഷ്മി, ഇന്ന് എന്ത് പറ്റിയെന്ന് ചോദിച്ചു നമ്മുടെ ചെറിയച്ഛനൊക്കെ. അപ്പോൾ ഇനിയിപ്പം നമ്മൾ മരുമകളോട് പെരുമാറിയ പെരുമാറ്റം ഇഷ്ടപ്പെടാത്തത് കൊണ്ട് മനഃപൂർവ്വം വൈകിപ്പിക്കുന്നതാവാം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് മോഹിനി കൊളുത്തി കൊടുക്കുക. അപ്പോഴേക്കും പപ്പി ഓടി വന്ന്, അമ്മ എഴുതാപ്പുറമൊന്നും വായിക്കാൻ നിൽക്കേണ്ട, അതൊന്നും അല്ലാട്ട കാര്യം, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് നന്ദേച്ചിയാ, നല്ല സ്പെഷ്യൽ ഡിഷാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയുമ്പം ഇവരെല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അന്താളിച്ച് നോക്കുക. എന്നാൽ പിന്നെ നന്നായിരിക്കും, ഇനിയിപ്പോൾ എന്തിനാ ഏട്ടത്തി ഇവിടെ ഇരിക്കുന്നത്, നമുക്ക് എഴുന്നേറ്റാൽ പോരെന്ന് ചോദിച്ചു മോഹിനി. മരുമോള് അടുക്കള ഭരണം കൂടി അങ്ങ് ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ലക്ഷ്മിയുടെ ഉദ്ദേശം. നടക്കട്ടെ, എന്തായാലും നോക്കാം എന്നും പറഞ്ഞ് ഇവർ ഇരിക്കുമ്പോൾ വായാടിത്തരം മാത്രം അറിയാവുന്ന ആ പെണ്ണിനെ വല്ല ബോധമുള്ള ആരെങ്കിലും വെച്ച് വിളമ്പാനായിട്ട് ഏൽപ്പിക്കുമെന്നൊക്കെ വലിയമ്മ അവിടെ ഇരുന്ന് ഇങ്ങനെ ചോദിക്കാം. അപ്പോൾ എൻ്റെ ഈശ്വര, ഇന്ന് അവിടെ ചെല്ലുമ്പോൾ ലേറ്റ് ആകുമെന്ന് പറഞ്ഞ് പ്രിയ അപ്പോഴേക്ക് ഓടി വന്നു. ഇതെന്താ ഫുഡൊന്നും റെഡി ആയില്ലേ എന്ന് വന്നിട്ട് ചോദിച്ചു. ഇന്നത്തെ കുക്കേ നമ്മുടെ നന്ദേച്ചിയാ, അതിൻ്റെ ഒരു താമസമാണെന്ന് പറഞ്ഞപ്പോൾ നന്ദയോ, ഫാന്റാസ്റ്റിക്, പക്ഷേ അത് കഴിഞ്ഞിട്ട് ജോലിക്ക് പോകാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാവുമോ എന്ന് പ്രിയ ചോദിച്ചപ്പോഴേക്കും ആരും വിശന്നിരിക്കേണ്ട, എല്ലാവർക്കും ഉള്ള ഫുഡ് ഞാൻ ഉണ്ടാക്കിയെന്നും പറഞ്ഞുകൊണ്ട് പിങ്കി വന്നു. അപ്പോൾ എന്താ മോളെ ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചപ്പം ഒരു വെറൈറ്റി നൂഡിൽസ് പ്രിപ്പറേഷനാണെന്ന് പറഞ്ഞ് പിങ്കി അങ്ങ് വന്നു. നേരം വെളുക്കുന്നതേ നൂഡിൽസോ എന്നും ചോദിച്ചുകൊണ്ട് അന്നേരം പ്രിയ ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അതിനെന്താ എന്നും ചോദിച്ചുകൊണ്ട് അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ നന്ദ ബ്രേക്ക്ഫാസ്റ്റ് റെഡി എന്നും പറഞ്ഞു കൊണ്ടുവന്നു. നന്ദ അത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഇത് കഴിക്കുമോ ഇവർ? അയ്യയ്യേ, ഈ കൊച്ചു വെളുപ്പം കാലത്ത് ഈ റെഡിമെയ്ഡ് ചോറാണോ ഇവരെ കഴിപ്പിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചു നമ്മുടെ നന്ദ. അത് ശരിയല്ല കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നന്ദ ശരിക്കും അങ്ങ് കയറി അങ്ങ് മേഞ്ഞു. അപ്പം ഞാനുണ്ടാക്കിയത് എന്താണെന്ന് കണ്ടോ? ഹോം മെയ്ഡ് ഫുഡ് പൊങ്കൽ എന്നും പറഞ്ഞ് ഇവരെല്ലാവരെയും കാണിച്ചു കൊടുക്കുക. ഇത് കണ്ടപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ അമ്പരപ്പോടു കൂടിയ ഭക്ഷണത്തിലേക്ക് ആർത്തിയോടുകൂടി നോക്കുക. എല്ലാവർക്കും അത് വേണം. അപ്പോൾ ആർക്കും അതങ്ങ് പറയാനും പറ്റത്തില്ല. എല്ലാവരും ഇങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ നോക്കിയിരിക്കുക കേട്ടോ. വല്യമ്മയുടെ ഫേവറേറ്റാ പൊങ്കൽ. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരാറുണ്ട്, ഇവിടെ ഓരോരുത്തർക്കും ഒത്തിരി ഇഷ്ടമുള്ളതാ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ പപ്പി പറഞ്ഞപ്പം ആണോ വല്യമ്മയെന്ന് ചോദിച്ചു നന്ദ. ആണ്, പക്ഷേ എനിക്കിന്ന് അത് കഴിക്കാനേ തീരെ താല്പര്യമില്ല, എനിക്കിന്ന് നൂഡിൽസ് കഴിക്കാനാണ് താല്പര്യം, നൂഡിൽസാണ് ഇഷ്ടമെന്ന് പറഞ്ഞപ്പം അതിനെന്താ നൂഡിൽസ് കഴിച്ചോ, അതിൻ്റെ കൂടെ ഇതും കൂടെ ഇത്തിരി ഇത് കഴിക്കുക, പൊങ്കലൂടെ കഴിച്ചോളാൻ പറഞ്ഞ് അങ്ങ് കൊടുത്തു. അപ്പോൾ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലെന്ന് ചോദിച്ചുകൊണ്ട് വല്യമ്മ ദേഷ്യപ്പെട്ടപ്പോഴേക്കും നന്ദയെ നോക്കി പിങ്കി ഒരു പുച്ഛിച്ച ചിരി അങ്ങ് ചിരിച്ചു. അപ്പോൾ വേണമെന്ന് പറഞ്ഞില്ലേ എന്നും ചോദിച്ചു നന്ദ ദേഷ്യപ്പെട്ടു. അങ്ങനെ അപ്പോൾ എനിക്ക് കിട്ടോ മോളെ എന്നും പറഞ്ഞ് വല്യച്ഛൻ അങ്ങ് പറഞ്ഞേ. അപ്പം നന്ദ ഇവിടെ എന്നും പറഞ്ഞുകൊണ്ട് അന്നേരം നമ്മുടെ പ്രിയ പറഞ്ഞു എനിക്ക് ഓഫീസിൽ പോകാനുള്ളതാണെന്ന്. അങ്ങനെ അവരവിടെ ഇരുന്ന് ഇതൊക്കെ വിളമ്പി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്ത് കഴിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വല്യമ്മയ്ക്കും അത് ഇഷ്ടപ്പെട്ടില്ല,
പിങ്കിക്കും അത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ആർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഈ സമയത്ത് അങ്ങോട്ടേക്ക് മഹി വന്നപ്പോൾ കുളി കഴിഞ്ഞപ്പോൾ എന്താ വിശപ്പ്, ഞാൻ വൈകിയില്ലല്ലോ അല്ലേ എന്നൊക്കെ ചോദിച്ചു. എന്താ വിശപ്പ് എന്നും പറഞ്ഞു വന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് കണ്ടു. ആഹാ, പൊങ്കലോ! ഷോ, എത്ര നാളായി പൊങ്കൽ കഴിച്ചിട്ട്. ഷോ, എനിക്ക് വയ്യ. വേഗം ഇങ്ങോട്ട് ഇട്ടോളാൻ പറഞ്ഞുകൊണ്ട് ദേ നമ്മുടെ മഹേന്ദ്രനും ഇതെല്ലാം വാരി വലിച്ച് മേടിച്ചങ്ങ് കഴിക്കുക. ഇതൊക്കെ കണ്ടപ്പോൾ പിങ്കിയുടെ പിടി വിട്ടു പോയില്ലേ. ഈ സമയത്ത് നമ്മുടെ നന്ദ തലയെടുപ്പോട് കൂടി നോക്കി പിങ്കിയെ നോക്കി നിന്നൊരു ചിരിയൊക്കെ. അപ്പം എന്തു പറ്റിയ ഏടത്തി ഇന്ന് അടുക്കളയിൽ കയറാൻ തോന്നാൻ എന്നിങ്ങനെ ചോദിച്ചു. പിന്നെ എൻ്റെ അമ്മയല്ല അടുക്കളയിൽ കയറിയത്, നന്ദയാണെന്ന് പറഞ്ഞു പ്രിയ. അപ്പോഴേക്കും വായിലേക്ക് വെച്ച ആ ഭക്ഷണം ഇങ്ങനെ ആ ഒരു ഇതിൽ തന്നെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് മഹി. നന്ദയാണ് ഇന്ന് അടുക്കളയിൽ കയറിയതെന്നുള്ള കാര്യം കേട്ട് കഴിഞ്ഞപ്പം. അപ്പോൾ മഹിയേട്ടാ എന്താ ഇത് കഴിക്കാത്തേന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഇന്ന് വേണ്ടാന്ന് പറഞ്ഞു. ലക്ഷ്മി, നീ ഇന്നെന്താ ഒന്നും ഉണ്ടാക്കിയില്ലേന്ന് ചോദിച്ചു അന്നേരം ഈ മഹേന്ദ്രൻ. അച്ഛാ, ദേ കഴിച്ചേ പറ്റൂ, ആഹാരത്തിനോട് വാശി പാടില്ല കേട്ടോ, അല്ലെങ്കിൽ ദേ ഞാൻ 1 മുതൽ എണ്ണുവേ. അയ്യോ എൻ്റെ പൊന്നോ, വേണ്ടേ, കഴിച്ചോളാവേ എന്ന് പറഞ്ഞ് മഹേന്ദ്രൻ അവിടെ ഇരുന്ന് ഇങ്ങനെ കഴിക്കുക. ഇതൊക്കെ കണ്ട് വല്യമ്മ എന്നും പറഞ്ഞുകൊണ്ട് തലയുമായിട്ടിക്കൊണ്ട് അവിടെ അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ആ ഒരു സംഭവം അവിടെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴും ഈ പിങ്കി ഇങ്ങനെ നന്ദയെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു. നന്ദയെ നേരെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഏട്ടാ കഴിച്ചോ, സൂപ്പറാ, അല്ലെങ്കിലേ അവള് ഏട്ടനെ കൊണ്ട് നക്ഷത്രം എണ്ണിക്കും, ഏട്ടൻ കഴിച്ചോ എന്നും പറഞ്ഞിട്ട് അനിയും പറഞ്ഞു കൊടുക്കുക മഹിയോട്. ശരിയാണെന്ന് അറിയാവുന്നത് കൊണ്ട് മഹി അതങ്ങ് കഴിച്ചു. പിന്നെ അവരെല്ലാവരും അവിടെ ഇരുന്ന് ഒത്തൊരുമയോടുകൂടി ഭക്ഷണം കഴിപ്പും കാര്യങ്ങളും ഒക്കെ. അപ്പം അങ്ങനെ കഴിക്കാൻ ഇരുന്നു. എല്ലാവരും കഴിച്ചു തുടങ്ങിയപ്പോഴേക്കും നമ്മുടെ ഗൗതം അങ്ങോട്ടേക്ക് വന്നു. ഗൗതം വന്നിട്ട് ഗൗതത്തോട് കഴിക്കാൻ ഇവർ പറയുമ്പോൾ അതേ എനിക്ക് ലൈറ്റായിട്ട് മതി, ഞാൻ ജോയിൻ ചെയ്യാൻ പോവുകയാണെന്നും പറഞ്ഞു വന്നിരിക്കുന്നത്. അപ്പോൾ ഷാർപ്പ് 10 തന്നെ എനിക്ക് അവിടെ എത്തണമെന്നും പറഞ്ഞു. അല്ല ഗൗതമേട്ടൻ ആരുടെ ഫുഡാണ് കഴിക്കുന്നത്, പിങ്കിയുടെയോ അതോ നന്ദേച്ചിയുടെയാണോ കഴിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും ഇങ്ങനെ നോക്കുക. ഇതെന്താ 2 തരം ഫുഡോ, എന്ത് പറ്റി എന്നുള്ളൊരിതിലെ. അപ്പോൾ ഇങ്ങനെ തുറച്ച് നോക്കി നിൽക്കുക ഈ പിങ്കി ഇവരെ 2 പേര്. അപ്പോൾ ഏറ്റവും നല്ലത് ഏതാണോ അത് എൻ്റെ പ്ലേറ്റിൽ വീഴുന്നത് ഞാൻ കഴിക്കും എന്ന് പറഞ്ഞപ്പോഴേക്കും അതെ നൂഡിൽസ് കഴിച്ചാൽ മതി കേട്ടോ എന്നും പറഞ്ഞു പിങ്കി. അപ്പോൾ ഒരു പോലീസ് ഓഫീസർക്ക് വേണ്ടത് ആരോഗ്യമാണ്, അതിന് നൂഡിൽസ് അല്ല പോഷകാഹാര കഴിക്കേണ്ടത് ഗൗതം സാറെ, ഇപ്പോൾ പൊങ്കൽ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് നമ്മുടെ നന്ദ. ഈ പിങ്കി എൻ്റെ ഇടയ്ക്ക് കയറി ഇങ്ങനെ ഓരോ കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എല്ലാവരും ഇങ്ങനെ അമ്പരപ്പോട് കൂടി നോക്കിയിരിക്കുക, കാരണം അമ്പരക്കാൻ മാത്രമേ വീട്ടിൽ നേരമുള്ളൂ. അങ്ങനെ എല്ലാവരും ഇങ്ങനെ നോക്കുന്ന ആദ്യം വീഴുന്നത് എന്താണ് ഗൗതത്തിൻ്റെ പ്ലേറ്റിൽ എന്നുള്ളൊരിതിൽ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നു. ഈ സമയം ഗൗതം നല്ല ചൂട് നൂഡിൽസ് ആണെന്ന് പറഞ്ഞപ്പം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു ഗൗതം. രാവിലെ തന്നെ നൂഡിൽസ് ഒന്നും ശരിയാവില്ല എന്നും പറഞ്ഞു. എനിക്ക് പൊങ്കൽ തന്നെ മതി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതം പറയുക. അപ്പോഴേക്കും പിങ്കി ചമ്മിപ്പോയി. വലിയ ആൾ കളിച്ച് ഗൗതത്തെ കഴിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഗൗതം ഇങ്ങനെ പറയുന്നു. കുറച്ച് ആളുകൾ കൂടുതലല്ലേ, അപ്പം ഒന്നും ഒതുക്കി കൊടുക്കേണ്ടതല്ലേ അതിൻ്റേതായ മാന്യത. അപ്പം പിന്നെ തൻ്റെ ഭാര്യ കൊടുത്ത ഭക്ഷണം അന്തസ്സായിട്ടിരുന്ന് കഴിക്കുക ഗൗതം. അത് കണ്ടിട്ട് പിങ്കിക്ക് ഒട്ടും സഹിച്ചില്ല. തലയെടുപ്പോടുകൂടി അന്നേരവും നമ്മുടെ നന്ദ ഇങ്ങനെ പിങ്കിയെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കാം. നീ പോയി പണി നോക്കടി എന്നും പറഞ്ഞുള്ള രീതിയിൽ അങ്ങനെ എല്ലാവരും നമ്മുടെ നന്ദയുടെ ഭക്ഷണം കഴിച്ചു. പിങ്കി ഉണ്ടാക്കിയത് വേസ്റ്റ് ആവുകയും ചെയ്തു. അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞു. രാത്രിയായി. പിങ്കി ഇങ്ങനെ അവിടെ നിൽക്കുന്നു. പിങ്കി അവിടെ എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഗൗതം അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അപ്പോൾ പിങ്കി അവിടെ നിൽക്കുന്നത് കണ്ടല്ലോ. പിങ്കി എന്നും പറഞ്ഞ് വിളിച്ചടുത്തേക്ക് ചെന്നു. ഞാനിന്ന് ഡ്യൂട്ടിക്ക് പോയപ്പോൾ മുതൽ ഈ നിമിഷം വരെ ഇവിടെ ആരോടും മിണ്ടാതെ നീ തനിച്ച് ഇവിടെ വന്ന് നിൽക്കുമായിരുന്നെന്ന് പറഞ്ഞു. എന്തു പറ്റി, അസുഖം വല്ലതും ഉണ്ടോ? ഗൗതം, നിങ്ങൾ എന്നെക്കുറിച്ച് ഓർത്ത് അത് ഒത്തിരി പറയിടാവണ്ട, നിങ്ങൾ ചെല്ല്, നിങ്ങളുടെ ഭാര്യ അവിടെ നിങ്ങളെ കാത്തിരിപ്പുണ്ടാവും. അപ്പം എന്തിനാ പിങ്കി നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു അന്നേരം നമ്മുടെ ഗൗതം. എൻ്റെ അസുഖം ശരീരത്തിനല്ല മനസ്സിനാ, അതുണ്ടാക്കി വെച്ചതും നിങ്ങൾ തന്നെയാണെന്ന് പറഞ്ഞു. ഞാൻ കാണാൻ ആഗ്രഹിക്കാത്തതൊക്കെ കാണിച്ച് എന്നെ നോവിച്ച് നിങ്ങളെ എന്നെ വല്ലാണ്ടാക്കണതെന്ന് പറയുമ്പോൾ പിങ്കി ഇന്നലെ രാത്രി ആ ഒരു സിന്ദൂരത്തിൻ്റെ കാര്യത്തിൽ നീ അത്രയും വിഷയം ഉണ്ടാക്കിയില്ലേ, അതിൽ സംഭവിച്ചത് എന്താണെന്ന് എനിക്കറിയോ? നീ അങ്ങനെ പലതും പറയും, നീ പറയുന്നതെല്ലാം ഞാൻ നിന്നോടുള്ള ഇഷ്ടം കാരണം വിശ്വസിക്കുകയും ചെയ്യും എന്നും പറഞ്ഞ് നീ എന്നെ ചതിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് പിങ്കി വലിയ ഡയലോഗ് ഇറക്കുമ്പോൾ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് പറഞ്ഞു നമ്മുടെ ഗൗതം. അപ്പോൾ ഇവരുടെ തമ്മിലുള്ള സംസാരം കേട്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ലക്ഷ്മി വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് സത്യമാണ്, നിനക്ക് തന്ന ബാക്കി ഈ നിമിഷം വരെ ഞാൻ പാലിക്കാതിരുന്നിട്ടില്ലെന്ന് പറഞ്ഞപ്പം ഇനിയും എന്നെ വിഡ്ഢിയാക്കരുത് ഗൗതം. എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുന്നതെല്ലാം എന്താ കളവാണെന്നാണോ? സാരമില്ല, എന്ത് വേണമെങ്കിലും ആയിക്കോ, എനിക്ക് ഈ ജീവിതത്തിൽ ഇനി സന്തോഷം ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണെന്ന് പറഞ്ഞപ്പം ഉണ്ടാവും,
തീർച്ചയായും അർജുൻ മടങ്ങി വരും. അവൻ നിന്നെ സ്നേഹം കൊണ്ട് പൊതിയും. നീ അവനെയും സ്നേഹിച്ചു തുടങ്ങും. അങ്ങനെ നിങ്ങളുടെ ജീവിതം സന്തോഷകരമാകും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഗൗതം പറഞ്ഞു കൊടുക്കുക. നീ നോക്കിക്കോ പിങ്കി, ദേ ഈ ഭൂമിയിൽ ഏറ്റവും സന്തോഷം അനുഭവിക്കുന്ന ദമ്പതികൾ നിങ്ങളായിരിക്കും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇങ്ങനെ നോക്കുക ഗൗതത്തെ. നിങ്ങൾക്ക് ഇനിയും എന്നെ മനസ്സിലായിട്ടില്ല ഗൗതം. ഇനി ഒരിക്കലും നിങ്ങൾക്ക് എന്നെ മനസ്സിലാവുകയില്ല. ഞാനൊരു 1000 ആവർത്തി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞില്ലേ, നിങ്ങളല്ലാതെ മറ്റാരെയും സ്നേഹിക്കാൻ എനിക്ക് കഴിയില്ല എന്ന്. നിങ്ങൾ എന്തുകൊണ്ടാണ് അത് മനസ്സിലാക്കാത്തത്? ഒക്കെ ലക്ഷ്മി അപ്പുറം മാറി നിന്ന് കേൾക്കുക. എൻ്റെ ജീവിതത്തിൽ നിങ്ങളല്ലാതെ മറ്റൊരു പുരുഷൻ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഇവിടെ വന്ന് ഒറ്റയ്ക്ക് നിൽക്കരുതെന്ന് പറഞ്ഞു. ഇങ്ങനെ ഇവിടെ എന്തിനാ ഒറ്റയ്ക്ക് നിൽക്കുന്നതെന്ന് എന്നോട് നിങ്ങൾ ഇനി ചോദിക്കരുത്. എന്നെ ഒന്ന് തനിയെ വിട്. ഒറ്റയ്ക്ക് നിൽക്കുന്നത് എനിക്കൊരു ശീലമായി കഴിഞ്ഞു. ഇനിയും നിങ്ങൾ എന്നെ ശല്യം ചെയ്തൊന്ന് പോ പ്ലീസ് എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നമ്മുടെ ഗൗതം അങ്ങോട്ടേക്ക് പോയി. ഗൗതം പോയപ്പോൾ ലക്ഷ്മിക്ക് ഇതൊക്കെ കണ്ട് ആകെ ഒരു ഇതുപോലെ. അപ്പോൾ ലക്ഷ്മി വേഗം തന്നെ ഈ പിങ്കിയുടെ അടുത്തേക്ക് ചെന്നു. ഇതിങ്ങനെ കയറൂരി വിട്ടാൽ പറ്റത്തില്ലല്ലോ, കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാവണമല്ലോ. അപ്പോൾ ഇവർ തമ്മിൽ സംസാരിച്ചതും ഇവർ തമ്മിൽ നിന്നതുമെല്ലാം കണ്ട നമ്മുടെ ലക്ഷ്മിക്കരികിലേക്ക് മകൻ ചെന്ന് അമ്മേ എന്നും പറഞ്ഞു വിളിച്ചു. പോടാ അമ്മ, ഞാൻ കയറി പോടാ അകത്ത് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഒച്ചെടുക്കലായിരുന്നു ലക്ഷ്മി ആദ്യമായിട്ട്. അങ്ങനെ ലക്ഷ്മി അതും കഴിഞ്ഞ് പിങ്കിയുടെ അടുത്തേക്ക് പോവുക. പിങ്കിയുടെ അടുത്തേക്ക് രണ്ടും കൽപ്പിച്ച് തന്നെ പോണു. ഈ സമയത്ത് നമ്മുടെ നന്ദ അകത്ത് റൂമിലിരുന്ന് പഠിക്കുകയായിരുന്നു. അപ്പോൾ ഈ സാറെന്ത് ഇതുവരെയായിട്ടും വരാത്തത് ഷോ എന്നും പറഞ്ഞു ഭയങ്കര ദേഷ്യവും ഭയങ്കര ഒരു കുറുമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്ന് പഠിക്കുക. ഓ എൻ്റെ തല കയറുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ടായി ദേഷ്യം. കാരണം ഉള്ളിൽ വേറെ ചിന്തയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോഴേക്കും നമ്മുടെ ഗൗതം എന്തായാലും വന്നു കേട്ടോ. ഗൗതം വന്ന് വാതിലടച്ചു കഴിഞ്ഞപ്പം അല്ല നീ ഇനി ഉറങ്ങിയില്ലേ എന്ന് ചോദിച്ചു. ഞാൻ ഉറങ്ങിയില്ലെങ്കിൽ സാറിന് എന്താ പാതിര വരെ ആ ജന്തുവായിട്ട് കിന്നരിച്ചിട്ട് വന്നിട്ട് എൻ്റെ ക്ഷേമം അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു നന്ദ. ശെടാ, ഞാൻ പാതിര വരെ ആരോടെങ്കിലും സംസാരിക്കുന്നത് കൊണ്ട് നിനക്കിപ്പോൾ എന്താ കുഴപ്പം? എന്താണെന്നോ? അതൊന്നും നമ്മുടെ ഡീലിൽ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു നന്ദ. എന്തു പറഞ്ഞിട്ടില്ലെന്നോ? എന്തു പറഞ്ഞാലും ഈ ഡീൽ എന്നുള്ളൊരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ നിനക്ക്? ആ എന്നും പറഞ്ഞിരിക്കുക നന്ദ. അല്ല, പിങ്കിയുമായിട്ട് സംസാരിക്കരുതെന്ന് നമ്മളുടെ ഡീലിലുണ്ടോ എന്ന് ചോദിച്ചപ്പം ഉണ്ടെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? എൻ്റെ പഠിത്തം തടസ്സപ്പെടുത്തരുതെന്ന് നമ്മുടെ ഡീലിലുണ്ട്. അതും പിങ്കിയും തമ്മിൽ എന്താ ബന്ധം? അത് പിന്നെ സാറ് പിങ്കിയുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് എൻ്റെ പഠിത്തത്തിലുള്ള കോൺസെൻട്രേഷൻ പോകുന്നു. അത് തന്നെയാണ് ബന്ധം. അതെന്താ ഇത്ര കോൺസെൻട്രേഷൻ പോകാൻ എന്താ കാരണം? അത് പിന്നെ ദേ ഞാൻ പിങ്കിയുമായി സംസാരിക്കുന്നതിന് നിന്റെ കോൺസെൻട്രേഷൻ പോകേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു. അത് പിന്നെ അതൊന്നും എനിക്കറിയത്തില്ല. അതുമല്ല പിന്നെ അറിയാത്ത കാര്യം ഞാൻ ആരോടും പറയാനും നിൽക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുമ്പം പിങ്കിയുടെ ഉള്ളിലെ ആ ഒരു പ്രണയം അറിയാതെ ഗൗതത്തിൻ്റെ അരികിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ നന്ദയുടെ സ്നേഹം അതിനേക്കാൾ 10 മാറ്റോടുകൂടി ഗൗതത്തിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നു. പിങ്കി അവിടെ നിന്ന് പ്രണയിക്കുന്നു, ഇവിടെ നിന്ന് നമ്മുടെ നന്ദ പറയാതെ പറഞ്ഞുകൊണ്ട് പ്രണയിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇവർ തമ്മിലുള്ള വഴക്കും കലഹമൊക്കെ കഴിഞ്ഞപ്പം നാളെ പരീക്ഷയൊന്നുമില്ലല്ലോ, വന്ന് കിടക്കാൻ നോക്കാൻ പറഞ്ഞു ഗൗതം. അതെ, ഞാൻ ഉറങ്ങാതിരിക്കുന്നു സാറിൻ്റെ വിഷയമല്ലല്ലോ. സാറ് പോയി അവളെ താരാട്ട് പാടി ഓർക്കാം പിങ്കെ, അല്ലെങ്കിൽ അവളോട് ഫോണിൽ ചാറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ സോറി ക്ഷമിക്ക്, ഞാൻ ഇനി ഒന്നും പറയുന്നില്ല, ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞ് നമ്മുടെ ഗൗതം അങ്ങ് കയറി കിടന്നു. ഇതൊക്കെ കണ്ട് ഒരു ചിരിയോടുകൂടി നമ്മുടെ നന്ദ ഇങ്ങനെ ഇരിക്കുന്നു. അതിനുശേഷം ഇവർ രണ്ടുപേരും കണ്ണിൽ നോക്കി ഇങ്ങനെ ഇരിക്കാം. എന്തായാലും നമ്മുടെ നന്ദയോട് ചെറിയൊരു ഇഷ്ടം നമ്മുടെ ഗൗതത്തിനും ഉണ്ട്. അങ്ങനെ രണ്ടുപേരും നല്ല ജോഡിയായുള്ള ഒരു ഇതിലിങ്ങനെ പോവുക കേട്ടോ. കുറേ നേരം കണ്ണിൽ നോക്കിയിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ നന്ദയ്ക്ക് ചെറിയ നാണമൊക്കെ വന്ന് ബുക്ക് എടുത്ത് ഇങ്ങനെ മുഖം മറച്ചു പിടിച്ചു. അപ്പോഴേക്കും നമ്മുടെ ഗൗതം തിരിഞ്ഞു കിടന്നു. പിന്നെ ഇങ്ങനെ നോക്കുക സാറെങ്ങാനും കിടന്നോ എന്നൊക്കെ അറിയാനായിട്ട്. ആ ഒരു ഇതിൽ അവരുടെ രണ്ടുപേരുടെയും ആ ഒരു ദിവസം സെറ്റായി. അങ്ങനെ ആ ഒരു സംഭവം അവരുടെ മുറിയിൽ നടക്കുന്നു. ഇതേ സമയത്ത് അവിടെ ഇവർ രണ്ടുപേരും ഇവരുടേതായ സ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷെ നന്ദയ്ക്ക് പഠിക്കാനിരുന്നിട്ട് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, വല്ലാണ്ടായിട്ടിരിക്കുക. ആ ഒരു റൊമാൻസും കാര്യം അതൊക്കെ ആയിട്ട്. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പിങ്കിയെ ഉപദേശിക്കാനായിട്ട് നമ്മുടെ ലക്ഷ്മി ചെന്നു. ഈ മോൾ ഇവിടെ വന്ന് കയറിയപ്പോൾ ഗൗതം മോളുടെ ഭർത്താവിൻ്റെ ഏട്ടനാണ്, ഇപ്പോൾ അവൻ നന്ദമോളുടെ ഭർത്താവ് കൂടിയാണ് എന്നും പറഞ്ഞുകൊണ്ട്. ഇതൊക്കെ കേട്ടിട്ട് പിങ്കിക്ക് വലിയ ഇതൊന്നും ഇല്ല കേട്ടോ. പിങ്കി ഇങ്ങനെ ഇരിക്കുക. അവനുമായിട്ടുള്ള മോളുടെ ഫോൺ സംസാരം ഞാൻ വിലക്കിയതാ. വീണ്ടും ഞാൻ നിന്നോട് പറയാം, ഇനിയും അവനുമായി നീ ഇതുപോലെ സംസാരമോ അല്ലെങ്കിൽ ഫോൺ അതൊന്നും ഉണ്ടാവരുതെന്ന് പറഞ്ഞപ്പോൾ അമ്മായിയുടെ മകൻ എൻ്റെ അടുത്തേക്ക് സംസാരിക്കാൻ വന്നാൽ ഞാൻ എന്ത് ചെയ്യാനാ? കടന്നു പോകാൻ പറയണമെന്ന് ചോദിച്ചു. അവനാണ് നിന്നോട് സംസാരിക്കാൻ വരുന്നതെങ്കിൽ അത് തന്നെ നീ അവനോട് പറയണം എന്ന് മുഖത്ത് നോക്കിയെന്ന് ലക്ഷ്മി പറഞ്ഞു. ഞാൻ ഒരിക്കലും പറയില്ല എന്ന് പറഞ്ഞു. അതെന്താ നീ പറയില്ലാത്തത്? ഞാൻ അമ്മായിയുടെ വാക്കിനെ ധിഖരിക്കുകയൊന്നുമല്ല, എനിക്കതിനൊരിക്കലും കഴിയില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്.
പിങ്കി, നിനക്കതിന് കഴിയണം, കഴിഞ്ഞേ പറ്റൂ. അപ്പം ഞാനത് എത്ര ശ്രമിച്ചാലും നടക്കില്ല. അത് മാത്രമല്ല, ഗൗതത്തെ മറക്കാനും സ്നേഹിക്കാതിരിക്കാനും എന്നെക്കൊണ്ട് കഴിയില്ലെന്ന് തന്നെ പറഞ്ഞു അന്നേരം ഈ പിങ്കി നമ്മുടെ ലക്ഷ്മിയോട്. അതും പറഞ്ഞു വലിയതായിട്ട് അങ്ങ് പോകുമ്പോഴേക്കും ലക്ഷ്മി പിടിച്ച് നിർത്തിയിട്ട്, ഇങ്ങനെ നീ സംസാരിക്കരുതെന്നും, നമ്മുടെ അർജുൻ ഉറപ്പായിട്ടും മടങ്ങി വരും മോളെ, നീ അവനെ കാത്തിരിക്കണം, നീ എൻ്റെ മകൻ്റെ ജീവിതം നശിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇക്കാര്യത്തിൽ എൻ്റെ മനസ്സ് എൻ്റെ നിയന്ത്രണത്തിലല്ല അമ്മായി. എൻ്റെ ആഗ്രഹം പറിച്ചെടുത്ത് കൈവെള്ളയിൽ തരാൻ പറഞ്ഞാലും ഞാനത് സന്തോഷത്തോടെ തരും. പക്ഷേ എൻ്റെ ഗൗതത്തെ എൻ്റെ മനസ്സിൽ നിന്നും പറിച്ചെറിയാൻ, ഗൗതത്തെ മറക്കാൻ എനിക്ക് ഒരിക്കലും കഴിയില്ല. എന്നെ അതിന് ഒരിക്കലും നിർബന്ധിക്കരുത് പ്ലീസ് എന്നും പറഞ്ഞുകൊണ്ട് അമ്മായിയുടെ കാല് പിടിക്കുക പിങ്കി. അങ്ങനെ പിങ്കിക്ക് പറയാനുള്ള കാര്യമെല്ലാം പറഞ്ഞിട്ട് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ലക്ഷ്മി ഇതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് നിൽക്കുക. ദൈവം ഇത് ഇവിടം കൊണ്ടൊന്നും നിൽക്കില്ലേ എന്നുള്ളൊരിതിൽ. അതെല്ലാം കഴിഞ്ഞു, പഠിച്ച് മടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പിങ്കി കയറി വന്ന് ഗൗതത്തിൻ്റെ കൂടെ കിടന്നു. അങ്ങനെ ഗൗതത്തിൻ്റെ കൂടെ കയറി കിടന്നിട്ട് ഉറക്കമൊന്നും വരുന്നില്ല. ഇങ്ങനെ ഭയങ്കരമായിട്ട് തലവേദന എടുത്ത് തല പൊളിഞ്ഞൊരവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുക. ഈ സമയത്ത് നമ്മുടെ ഗൗതം നല്ല ഉറക്കുക. അപ്പോൾ ഈ മനുഷ്യനോട് വഴക്കിട്ട് ഈ നശിച്ച തലവേദന എന്നെയും കൊണ്ടേ പോകുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഇങ്ങനെ അവിടെ ഇരിക്കട്ടോ. അങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ ഗൗതം ഈ നന്ദയുടെ ശബ്ദം കേട്ട് എഴുന്നേറ്റ് അയ്യോ എന്നും പറഞ്ഞ് ഇങ്ങനെ കരയുന്ന ശബ്ദം. അപ്പോഴത്തേക്കും ചാടി എഴുന്നേറ്റിട്ട് എന്ത് പറ്റി, എന്താ നിനക്ക് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര തലവേദനയാണെന്ന് പറഞ്ഞു. കുറേ കാലമായിട്ട് വരാതിരുന്നതാ, ഇയാൾ കാരണം പിന്നെയും വന്നു എന്ന് പറഞ്ഞു. ടാബ്ലറ്റ് കഴിക്കാം, ഞാനിപ്പോൾ എടുത്തു തരാമെന്ന് പറഞ്ഞു ഗൗതം. പിങ്കി എഴുന്നേറ്റ് പോയതല്ലേ, പിങ്കി ഇറങ്ങിയിട്ട് പോയതല്ലേ, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. ഈ വേദന അങ്ങനെയൊന്നും മാറില്ല, ഇത് മൈഗ്രെയിനാ, ഒരു ടാബ്ലറ്റ് കഴിക്കാന്നേ കുറച്ച് ആശ്വാസം കിട്ടും. ഇല്ല, എൻ്റെ അച്ഛനുണ്ടായിരുന്നപ്പോൾ ഞാൻ തലവേദന വരുമ്പോൾ അച്ഛൻ ചെയ്തു തരുന്ന ഒരു ചികിത്സയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താന്ന് ചോദിച്ചു നമ്മുടെ ഗൗതം. അതെ, നെറ്റിൽ 2 വശത്തും ഈ ഞരമ്പുകളിൽ അമർത്തി ഇങ്ങനെ തലോടി തരും, കുറച്ച് കഴിയുമ്പോൾ ആ വേദന അങ്ങ് മാറുമെന്ന് പറഞ്ഞു നന്ദ. അപ്പോൾ ഗൗതം അത് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനത് ചെയ്ത് തരട്ടെ എന്ന് ഗൗതം ചോദിച്ചു നന്ദയോട്. അപ്പോൾ നന്ദ ഇങ്ങനെ ആ ഒരു കൈയെടുത്ത് അതുവരെ ഇങ്ങനെ ഞെക്കി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തലയിൽ. അപ്പോൾ ഇങ്ങനെ നോക്കുക, ഞാൻ മാറ്റിത്തരാം, നെറ്റിൽ തലോടി തരാം. അയ്യോ അതൊന്നും ശരിയാവില്ല, അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അതെന്താ, എന്നെ അച്ഛനെ പോലെ കരുതിയാൽ മതി. എന്ന് വെച്ചാലേ അച്ഛനാകാൻ പറ്റില്ലല്ലോ, ഞാൻ പറയുന്നത് പോലെയൊക്കെ അനുസരിച്ചോളാവുന്ന നമ്മളുടെ ഡീലിലുള്ളതാ, അത് നീ തെറ്റിക്കരുത് കേട്ടോ എന്ന് ഗൗതം പറഞ്ഞു. അത് കേട്ടപ്പം നന്ദ ഒന്നും മിണ്ടിയില്ല. പിന്നെ എന്നും പറഞ്ഞ് നന്ദ ഇങ്ങനെ ഇരിക്കുന്നു. നമ്മുടെ ഗൗതം അതിങ്ങനെ തിരുമ്മി കൊടുക്കുന്നു. അങ്ങനെ 2 പേരും കൂടി ആ തലവേദന മാറ്റാനായിട്ടുള്ള ആ ഒരു ഇതിലിങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ആ ഒരു സംഭവമൊക്കെ കഴിഞ്ഞു. അങ്ങനെ പിങ്കിയെ തകർത്തുകൊണ്ട് ഇവരുടെ പ്രണയം പൂത്തുലഞ്ഞിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക തറവാട്ടിൽ. അപ്പോൾ ഇവർക്ക് തമ്മിലുള്ള ആ ഒരു പ്രണയവും ഇവരുടെ 2 പേരുടെയും ഇടയിലുള്ള ആ ഒരു സ്നേഹമൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.